നമസ്കാരം. വീണ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. ദേശമംഗൽ നിന്ന് അരുങ്കൊലയുടെ ഞെട്ടിക്കുന്ന വാർത്ത. 28-കാരനായ യുവാവ് 75-കാരൻ മുത്തച്ഛനെ വെട്ടിക്കൊന്നു. എസ്റ്റേറ്റ് പടിയിൽ ചക്കൻചിറയ്ക്ക് സമീപമാണ് അരുങ്കൊല. വാളരിപ്പടി വീട്ടിൽ അയ്യപ്പനാണ് കൊല്ലപ്പെട്ടത്. മാനസിക വിഭ്രാന്തി പ്രകടിപ്പിക്കുന്ന യുവാവിന് മരുന്ന് നൽകാൻ ശ്രമിക്കുന്നതിനിടെയാണ് കൊലപാതകം. മകൾ ബിന്ദുവിന്റെ മകൻ രാഹുലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആതുര സേവനം അഭിമാനത്തോടെ ഉൾക്കൊള്ളേണ്ട ബഹുമതിയാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പൊതുസമൂഹത്തിനായി ആരോഗ്യ പ്രവർത്തകർ അർപ്പണം ചെയ്യണമെന്നും ആവശ്യം. ഉത്സവാഹ്ലാദ നിറവിൽ കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാല ബിരുദദാന ചടങ്ങ്. 11,166 വിദ്യാർത്ഥികൾ ബിരുദമേറ്റുവാങ്ങി. സർവകലാശാലയുടെ ചരിത്രത്തിൽ ബിരുദധാരികളുടെ എണ്ണം 1,60,365. നാടക സിനിമാ പ്രവർത്തകനായിരുന്ന രാജീവ് വിജയന്റെ സ്മരണയ്ക്കായി പാർലിക്കാട് ഗവൺമെന്റ് UP സ്കൂളിൽ ഇനി സ്ഥിരം നാടകവേദി. രാജീവന്റെ സൗഹൃദ കൂട്ടായ്മയും രാജീവം അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കുന്ന കുട്ടികളും ചേർന്നാണ് നാടകവേദിക്ക് രൂപം നൽകിയത്. സ്വന്തം ഗ്രാമത്തിലെ നാടകവേദി രാജീവിനുള്ള ചിരസ്മാരകം. വടക്കാഞ്ചേരി നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷൻ MR അനുകിഷോർ ഉദ്ഘാടനം ചെയ്തു. മുളങ്കുന്നത്തുകാവ് കിലയിൽ ഇനി കോളേജ്. കില കോളേജ് ഓഫ് ഡീസെൻട്രലൈസേഷൻ ആൻഡ് ഗവേണൻസിൽ 2-4 വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിക്കുന്നതിന് കാലിക്കറ്റ് സർവകലാശാലയുടെ അംഗീകാരം. കേരളത്തെ വിജ്ഞാന സമൂഹമാക്കി മാറ്റാനുള്ള സംസ്ഥാന സർക്കാർ നയത്തിന്റെ ഭാഗമായാണ് കോളേജിനുള്ള അംഗീകാരമെന്ന് സേവ്യർ ചിറ്റലപ്പള്ളി MLA. പൂരച്ചടങ്ങുകൾ മികവുറ്റതാക്കാൻ എക്സ്പ്ലോസീവ് ചട്ടങ്ങളിൽ സമഗ്രമാറ്റം അനിവാര്യമാണെന്ന് ഉത്രാളിപ്പൂരം കുമരനെല്ലൂർ ദേശം. പൂരം സ്മരണികയായ കാളുചക്ര പുറത്തിറങ്ങി. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ഡയറക്ടർ ജനറൽ DGP K പത്മകുമാർ IPS മാധ്യമപ്രവർത്തകൻ V മുരളിക്ക് നൽകി പ്രകാശനം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പൂരത്തിന് നൽകി വരുന്ന സഹായം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം. AK സതീഷ് കുമാർ പ്രസിഡന്റ്, PA വിപിനൻ ജനറൽ സെക്രട്ടറി, ട്രഷററായി P പ്രസാദിനെ തിരഞ്ഞെടുത്തു. പൊന്നിൻ ചിങ്ങത്തിന്റെ ഐശ്വര്യധന്യതയിൽ ഭക്തിസാന്ദ്രമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലനിറ. കൊടിമരച്ചുവട്ടിൽ ഐശ്വര്യധന്യതയുടെ നിറകതിർ. ശബരിമലയിൽ പുതിയ ഭസ്മക്കുളം, മകരജ്യോതി, ശബരി ഗസ്റ്റ് ഹൌസുകൾക്ക് സമീപം. ഭസ്മക്കുളത്തിനും കാനന ഗണപതി മണ്ഡപത്തിനും തറക്കല്ലിട്ടു. ശ്രീനാരായണ ഗുരുദേവന്റെ 170ാമത് ജയന്തി ആഘോഷ ചടങ്ങുകൾക്ക് SNDP യോഗം. തലപ്പള്ളി യൂണിയനിൽ തുടക്കം. സെക്രട്ടറി TR രാജേഷ് പതാക ഉയർത്തി. ഗുരുദേവ സന്ദേശ വാഹന വിളംബര ജാഥയ്ക്ക് ശാഖായോഗങ്ങളിൽ വൻവരവേൽപ്പ്. നടരാജഗിരിയിൽ നിന്ന് തുടങ്ങി അത്താണിയിൽ സമാപിച്ചു. 20-ന് ജയന്തി ഘോഷയാത്ര ആര്യമ്പാടത്ത് നിന്ന് നടരാജഗിരിയിലേക്ക്. കഴിഞ്ഞ മാസം പെയ്ത കനത്ത മഴയിൽ വടക്കാഞ്ചേരി പട്ടണത്തിലേക്ക് പതിച്ച മണ്ണും മരങ്ങളും നീക്കം ചെയ്താൽ വലിയ ദുരന്തത്തിന് സാധ്യതയെന്ന ജിയോളജി വകുപ്പ് മുന്നറിയിപ്പ് നൽകിയതായി പൊതുമരാമത്ത് വകുപ്പ്. മണ്ണ് മുകളിൽ നിന്ന് എടുക്കണമെന്ന നിർദ്ദേശം നൽകിയതായും വീണ ന്യൂസിനോട്. അധികൃതർ അനാസ്ഥ വെടിയണമെന്ന് കോൺഗ്രസ്. തൂശനിലയിൽ മണ്ണ് സദ്യ വിളമ്പി പ്രതിഷേധം. വേലൂർ 12ാം വാർഡ് അങ്കണവാടിക്ക് ഗേറ്റ് നിർമ്മാണത്തിന്റെ പേരിൽ വൻ അഴിമതിയെന്ന് കോൺഗ്രസ്. പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കണമെന്ന ആവശ്യം. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ. ഇല്ലിപ്പടി ഗേറ്റ് സമർപ്പിച്ച കോൺഗ്രസ് പ്രവർത്തകർ. ഉരുൾപൊട്ടലിൽ തകർന്നടിഞ്ഞ വയനാടിന് കരുത്താകാൻ കൈപ്പറമ്പ് പഞ്ചായത്ത് ഭരണസമിതി 5 ലക്ഷം രൂപയുടെ ചെക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് KK ഉഷ സേവ്യർ ചിറ്റലപ്പള്ളി MLAക്ക് കൈമാറി. ജില്ലയിൽ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്നത് തുടർക്കഥ. തസ്കരന്മാർ വിഹരിക്കുമ്പോൾ ഇരുട്ടിൽ തപ്പി പോലീസ്. കുണ്ടന്നൂർ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ ഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം. 5000 രൂപയോളം കവർന്നതായി ക്ഷേത്ര കമ്മിറ്റി.